ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ രാവിലത്തെ നിസ്കാരവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി രാവിലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ കിച്ചണിൽ നല്ല ഇഷ്ടമാണ് ലൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് വർക്ക് ഏരിയ. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇതാ മുട്ട പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കൽ ഞങ്ങൾ ഈ കിച്ചണിൽ വെച്ചിട്ടാണ്. അപ്പോൾ ചെയറൊക്കെ താഴത്തൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ മുട്ട പുഴുങ്ങി റെഡി ആയിട്ടുണ്ട്. ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഹോർലിക്സും കലക്കി വെച്ചിട്ടുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ രാത്രി ഉഴുന്നും അരിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഒന്ന് കഴുകി എടുക്കുകയാണ് ദോശ ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് മാവ്. അപ്പോൾ അന്ന് കടലക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കടല കഴുകി അരക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ദോശ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിക്കുള്ളതും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ദോശയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കോഴിനെ ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. കോഴിക്കുള്ള ഗോതമ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ കോഴിക്കോട്. കോഴിനെ തുറന്ന് വിട്. 4 കോഴിക്കളുണ്ട് ഇതിൽ. ഒരു പൂവൻ കോഴിയും 3 പിടക്കോഴിയാണ്.
അപ്പോൾ അതാ അവിടെയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതാ അവിടെ ഞാൻ നന്നായിട്ട് പൊടിയൊക്കെ തട്ടി ഒന്ന് വിരിച്ചെടുക്കുകയാണ്. പൊടിയൊക്കെ തട്ടി നന്നായിട്ടൊന്ന് വിരിച്ചെടുത്താൽ തന്നെ നമ്മൾ പകുതി ജോലി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തയ്യൽ മെഷീൻ അവിടെ തന്നെ കേട്ടോ ഉള്ളത്. ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സോഫ നല്ല വിരിച്ച് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത് പടിയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്. അതാ ന്യൂസ് പേപ്പറും ഒക്കെ കൊണ്ടുവന്ന് വെച്ചാണ്. പേപ്പർ ഇതാ എൻ്റെ ഉള്ളിൽ കട്ടെടുത്തക്കൽ. അപ്പം ഇത് എടുക്കാം. അതായി മേശ നിറയെ ബുക്കാട്ടോ. അപ്പോൾ മക്കളെ പഠനം കഴിഞ്ഞാൽ അവരവിടെ വെച്ചിട്ട് പോകലാണ്. അടക്കിപ്പെറുക്കി ചിലപ്പം വെക്കും, ചിലപ്പോൾ ഞാൻ തന്നെ റെഡിയാക്കി എടുത്തേക്കലാണ്. ഒക്കെ ഒരുവിധം അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ റൂമാണ്. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് നല്ല വിരിച്ച് നീറ്റാക്കി ഇടാണ്ട്. അപ്പോൾ അതാ കർട്ടനൊക്കെ ഒന്ന് ഇട്ടിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് നന്നായിട്ടൊന്ന് വിരിച്ച് കൊടുക്കുക, തിരച്ച് കൊടുക്കുക. പുതപ്പൊക്കെ ഒന്ന് മടക്കി നല്ല വൃത്തിയാക്കി വെക്കാം. അതങ്ങോട്ട് മാറ്റിക്കാം. അപ്പോൾ നമ്മൾ ആ റൂമൊക്കെ ഒരുവിധം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അടുക്കി ഒതുക്കി. ബെഡൊക്കെ നല്ല വൃത്തിയിൽ വീശിച്ചിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മളെ റൂമിൽ ക്ലീനിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ. ടേബിൾ ഞാൻ എന്നും തുടക്കലൊന്നുമില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും പൊടി ഉണ്ടെന്ന് തോന്നിയാൽ തുടച്ച് കൊടുക്കണതാണ്. കുറച്ച് ദിവസമായിരുന്നു തുടച്ചിട്ട്. അപ്പോൾ അതാ നമ്മൾ ടേബിളൊക്കെ തുടച്ച് നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി നമ്മൾ വാഷ് ബേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഫെയർ ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. വാഷ് ബേസ് എന്നൊന്നും ഞാൻ ക്ലീൻ ചെയ്യില്ല, ഇടയ്ക്ക് അഴുക്കായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യലുള്ളൂ. അപ്പോൾ അതാ ഏകദേശം ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഷ് ബേസ്
ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. കഴുകാനുള്ള ഡ്രസ്സുകളൊക്കെ ഇനി മെഷീനിൽ കൊടുത്തിട്ടാണ്. അപ്പോൾ അതാ നമ്മളെ റൂമുകളൊക്കെ അടിച്ചു വാരിയെടുക്കുകയാണ്. ചവിട്ടിയെടുത്തൊന്ന് കൊട്ടിക്കൊടുത്ത അപ്പോൾ അത് അടുത്ത കഴിഞ്ഞ് നമ്മളെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ചിക്കനിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി, ഒരു സവാള, ഒരു ക്യാപ്സിക്കം, പച്ചമുളക്, കുറച്ച് മല്ലിയില ഒക്കെ കട്ട് ചെയ്ത് എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കുഴച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാണ്. അപ്പോൾ അതാണ് നമുക്ക് കുക്കറിലിട്ടിട്ടാണ് പൊരിച്ചെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഇതിനൊരു പാത്രം അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോരിയെടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ പാത്രത്തൊക്കെ എടുത്ത് വെച്ച് ബാക്കിയൊക്കെ ഇതിന് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കയും പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ല തിളച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴുകി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതാ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത് വെച്ചിരുന്ന ഓയിൽ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇതിൻ്റെ മേലേക്ക് പെറുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു 5 മിനിറ്റ് അടച്ച് വെക്കുകയാണ്. അപ്പോൾ അതാ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് തുറന്ന് നോക്കാം. അപ്പോൾ അതാ കുക്കറിലുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതാ ഒട്ടിപ്പിടിക്കലും കട്ട പിടിക്കലൊന്നും ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പം നമുക്ക് വീട്ടിൽ ജോലിക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റുകൾ വരികയാണെങ്കിലും
കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വൈകുന്നേരത്തെ ചെടി നനയ്ക്കലിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ചെടികളൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ചെടിയൊന്നും ഉണ്ടാക്കില്ലായിരുന്നു കേട്ടോ, മോനായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അവന് പഠിക്കാൻ പോയതിന് ശേഷം ചെടിയൊന്നും കുറേ കാലത്തിനില്ലായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കണം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പം ഞാനും ചട്ടിയൊക്കെ വാങ്ങിച്ച് ചെടിയൊക്കെ കുഴിച്ചിട്ട് പിന്നെ ഉണ്ടാക്കൽ തുടങ്ങിയാണ്. കുറേ ചെടികൾ കാട് പിടിച്ചിട്ട് കിടക്കുന്നുണ്ട്, ഒക്കെ ഒന്ന് വെട്ടി വേറെ ചട്ടിക്ക് മാറ്റി കൊടുക്കാനുണ്ട്. ഇതൊക്കെ ഓരോ കൊമ്പ് ചിലത് കുഴിച്ചിട്ടായിരുന്നു, ഒക്കെ പടർന്ന് പന്തലിച്ച് വന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ച് ഗാർഡൻ.